എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മായ. ഞാൻ നിങ്ങൾക്ക് ജില്ലകളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജില്ലകൾ ഫോം ചെയ്ത വർഷങ്ങൾ PSC സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എക്സാം എഴുതിയവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ജില്ല ഫോം ചെയ്ത വർഷം എന്ന് പറഞ്ഞാൽ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് 14 ജില്ലകൾ ഫോം ചെയ്ത വർഷമെന്ന് ഈസി ആയിട്ട് 4 കോഡുകളിലൂടെ പഠിക്കാം. നമ്മൾ ഓരോ വർഷം ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിരിക്കും നമുക്ക് കോഡ് വെച്ച് പഠിക്കുമ്പോൾ. നമുക്കറിയാം. അപ്പോൾ നമുക്ക് അത് നോക്കിയാലോ, ഏതൊക്കെയാണ് 14 ജില്ലകൾ ഫോം ചെയ്ത വർഷങ്ങൾ എന്ന് പഠിക്കാനുള്ള കോഡ്. 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ. 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ. ആലപ്പാല കോഴിക്ക് 57 കണ്ണുണ്ട്. ആലപ്പാല കോഴിക്ക് 57 കണ്ണുണ്ട്. അടുത്തത് 80, 82, 84 വാപ്പ കസറി. EMI = 58, 69, 72. അപ്പൊ ഇതില് ആദ്യത്തെ 3 കോഡുകൾ കുറെ ഇൻട്രസ്റ്റിംഗ് ആണ് കേൾക്കാനായിട്ട്. രസമായിട്ടുള്ള കോഡാണ് അല്ലേ? 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ എന്ന കോഡ് വഴി 1949 ഫോം ചെയ്ത ജില്ലകളാണ് പഠിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം എന്നീ ജില്ലകൾ ഫോം ചെയ്ത വർഷമാണ് 1949. 1949 ഫോം ചെയ്ത ജില്ലകൾ ഏതൊക്കെയാണ്? കൊല്ലം, തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം. മനസ്സിലായോ? നെക്സ്റ്റ്, ആലപ്പാല കോഴിക്ക് 57 കണ്ണുണ്ട്. ആലപ്പാല കോഴിക്ക് എത്ര കണ്ണുണ്ട്? 57 കണ്ണുണ്ട്. അപ്പൊ 57 ഫോം ചെയ്ത ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾ ഫോം ചെയ്ത വർഷമാണ് 1957. നെക്സ്റ്റ്, 80, 82, 84 വാപ്പ കസറി. 80, 82, 84 വാപ്പ കസറി. വാപ്പയ്ക്ക് കസറാൻ വേണ്ട പ്രായം 80 തൊട്ടാണ്. അപ്പൊ ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് 80, 82, 84 വാപ്പ കസറി. അപ്പൊ അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ എടുക്കണം. 80 വയനാട്, 82 പത്തനംതിട്ട, 84 കാസർഗോഡ്. 80 വയനാട്, 82 പത്തനംതിട്ട, 84 കാസർഗോഡ്. ലാസ്റ്റ് കോഡ് മാത്രമേ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളതുള്ളൂ. നമുക്ക് ബാങ്കിനൊക്കെ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എത്ര EMI അടയ്ക്കണമെന്ന്. ആ EMI ഓർമ്മയുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ആ EMI ഓർത്ത് വയ്ക്കാം. പിന്നെ ഈ ഒരു 5ഉം 2ഉം ഓർത്ത് വെച്ചാൽ കുറെ കൂടി ഈസി ആയിട്ട് നമുക്കത് കിട്ടും. ഓക്കെ, 5 ഓൾട്ടർനേറ്റീവ് 6, 7, പിന്നെ വീണ്ടും 1, 8, 9. 5ഉം 2ഉം EMI ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. 5, 6, 7, 8, 9 ലാസ്റ്റ് 2. അപ്പൊ 58 E ഫോർ എറണാകുളം 58 ഫോം ചെയ്തു. M ഫോർ മലപ്പുറം 69 ഫോം ചെയ്തു. I ഫോർ ഇടുക്കി 72 ഫോം ചെയ്തു. എറണാകുളം 58, മലപ്പുറം 69, ഇടുക്കി 72. ഇപ്പൊ എളുപ്പമുള്ള കോഡുകളാണ്. നമ്മളൊരു പാട്ട് രൂപത്തിലൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 വളരെ ഈസി ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാഴ്ച അടുപ്പിച്ചതൊന്ന് ഇടയ്ക്കൊന്ന് പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും മെമ്മറിയിൽ ഉണ്ടാവും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു എക്സാം വരെയായാലും അത് നമുക്ക് ഓർമ്മ നിൽക്കും. ഇത് നന്നായിട്ട് വായിക്കാം, എന്നിട്ട് നോട്ടാക്കണം. ഓക്കെ, നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ഞാൻ എടുക്കാൻ പോകുന്നത് കേരളത്തിലെ ഒരു ജില്ലയെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. നമ്മൾ ഓരോ ജില്ലയും പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. LDC എക്സാം ആണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ നമുക്കത് എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ. ഞാൻ എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ്. ഏതാണ് കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല? ഇതിൽ നിന്ന് നോക്കി നോക്കിയേ. ഇവിടെ 49 ആണ്, ഇവിടെ 57 ആണ്, ഇവിടെ 58, 69, 72. പിന്നെ 80 വെച്ച് ലാസ്റ്റ് വരുന്നത് എവിടെയാണ്? 80, 82, 84. 84 ഫോം ചെയ്ത കാസർഗോഡാണ് കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല. 84 ഫോം ചെയ്ത കാസർഗോഡ് ജില്ലയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ജില്ല ഫോം ചെയ്തത് 1984 മെയ് 24-നാണ്. 1984 മെയ് 24-നാണ് കാസർഗോഡ് ജില്ല ഫോം ചെയ്തത്. 84, 24. എന്താണ് കാസർഗോഡ് ജില്ലയുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ? എന്തൊക്കെ പേരിലാണ് കാസർഗോഡ് ജില്ല അറിയപ്പെടുന്നത്?
ഓക്കെ, കാസർഗോഡ് എന്ന പേരിൽ തന്നെയുണ്ട് കാസർഗോഡ് ജില്ലയുടെ ഒരു വിശേഷണം. ഗോഡ്, ലാസ്റ്റ് ഗോഡ് എന്ന് പറയുന്നത് ദൈവം, ദൈവങ്ങളുടെ നാട്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ് ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല. നെക്സ്റ്റ്, ഇവിടെയാണ്, ഈ ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്, കോട്ടകളുള്ളത്. അപ്പോൾ നദികളുടെ നാട്, കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്നതും കാസർഗോഡാണ്. പേരിൽ നിന്നെടുത്തോന്ന ദൈവങ്ങളുടെ നാട്. നെക്സ്റ്റ്, നദികളുടെ നാട്. അടുത്തത് കോട്ടകളുടെ നാട്. പിന്നെ അറബ് രേഖകളിൽ ഒരു പേരുണ്ട് കാസർഗോഡിന്. അറബ് രേഖകളിൽ കാസർഗോഡിനെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഹെർക്വില. ഹെർക്വില എന്ന് അറബ് രേഖകളിൽ കാസർഗോഡിനെ വിശേഷിപ്പിക്കുന്നു. നെക്സ്റ്റ്, സപ്തഭാഷ സംഗമ ഭൂമി. ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട്, കോട്ടകളുടെ നാട്, ഹെർക്വില, സപ്തഭാഷ സംഗമ ഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. സപ്തഭാഷ സംഗമ ഭൂമി, സപ്തം എന്ന് പറഞ്ഞാൽ 7 ഭാഷകൾ സംഗമിക്കുന്ന ഭൂമിയാണ് കാസർഗോഡ്. ഏതൊക്കെയാണ് ആ ഭാഷകൾ? 7 ഭാഷകൾ സംഗമിക്കുന്നത്. മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, കൊങ്ങിണി, ഉറുദു. മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, കൊങ്ങിണി, ഉറുദു, ബ്യാരി, തുളു എന്നീ ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ബ്യാരി, തുളു. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ളതും കാസർഗോഡിലാണ്. അപ്പൊ നോക്കി, ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട്, കോട്ടകളുടെ നാട്, ഹെർക്വില, സപ്തഭാഷ സംഗമ ഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. ഏത് വർഷം ഫോം ചെയ്തു? 1984 മെയ് 24 കാസർഗോഡ് ജില്ല ഫോം ചെയ്തത്. ഇത്രയും നമ്മൾ ഫോളോ ചെയ്തില്ലേ? ഇത്രയും വരെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. എന്തൊക്കെയാണ് കാസർഗോഡ് ജില്ലയുടെ ഫീച്ചേഴ്സ്? ഞാൻ ക്ലാസ് തരുമ്പോൾ എപ്പോഴും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ജില്ലയുടെ സവിശേഷതകൾ, അടുത്തത് എന്തൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കുറവ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ ആദ്യമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഹെഡിങ്ങിന്റെ ചുവട്ടിലാണ് പോയിന്റുകൾ തരാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജില്ലയിൽ തന്നെ ഒരുപാട് നോട്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ജില്ല പഠിക്കാം. അങ്ങനെ 4-5 ജില്ല പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ചില പോയിന്റുകൾ, ഇതേപോലെ ഒരു പോയിന്റ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ, അത് എവിടെയാണെന്ന് റെഫർ ചെയ്യാൻ എളുപ്പത്തിനാണ് ഞാൻ ഇതുപോലെ ഹെഡിങ്ങിന്റെ ചുവട്ടിലായിട്ട് തരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാസർഗോഡ് ജില്ലയുടെ ഫീച്ചേഴ്സ്. നമ്മൾ ആ 4 കോഡ് പഠിച്ചപ്പോൾ തന്നെ ഇത് പഠിച്ചു. കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഏറ്റവും അവസാനം രൂപം കൊണ്ടത് കാസർഗോഡ് ജില്ലയാണ്. അതാണ് ഒന്നാമത്തെ ഫീച്ചേഴ്സ്, ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല. അടുത്തത്, എവിടെയാണ് കേരളത്തിന്റെ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയുടെ പൊസിഷൻ എവിടെയാണ്? ഏറ്റവും മുകൾ ഭാഗത്തല്ലേ? കാസർഗോഡ് എവിടെയാണ്? മുകളിലാണ്. അപ്പോൾ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല. അടുത്ത എന്താണ് പറയുന്നത്? ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല. അപ്പോൾ ഏറ്റവും വടക്കേത്തുള്ള ലോകസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? കാസർഗോഡ് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ലോകസഭാ മണ്ഡലം. കേരളത്തിന് വടക്കേ അറ്റത്തുള്ള ജില്ല, ലോകസഭാ മണ്ഡലം, ഏറ്റവും അവസാനം രൂപം കൊണ്ട കേരളത്തിലെ ജില്ല എന്നിവ കാസർഗോഡ് ജില്ലയുടെ ഫീച്ചേഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. അപ്പൊ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ല, വലിപ്പക്കുറവിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡാണ്. വലിപ്പക്കുറവിൽ 2ാം സ്ഥാനത്തുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല. അപ്പൊ 2ാം സ്ഥാനത്തുള്ള മറ്റൊരു പോയിന്റും കൂടെ കാസർഗോഡിനെ കുറിച്ചുണ്ട്. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ 2ാമത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല ഏതാണെന്ന് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന സംശയമാണ്. ആദ്യ ജില്ല കണ്ണൂരാണ്, 2ാമത്തെ ജില്ലയാണ് കാസർഗോഡ്. ഇന്ത്യയിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ലയാണ് കണ്ണൂര്, 2ാം സ്ഥാനം കാസർഗോഡിനാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? അവസാനം രൂപം കൊണ്ടു. വടക്കേറ്റത്തുള്ള ജില്ല, ലോകസഭാ മണ്ഡലം, വലിപ്പക്കുറവിൽ 2ാം സ്ഥാനം, 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിൽ 2ാം സ്ഥാനം. 4 പോയിന്റ് കിട്ടിയിട്ട്. ഇനി കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് ദക്ഷിണ കാനറയുടെ അല്ലെങ്കിൽ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡാണ്. കർണാടകയുടെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ ദക്ഷിണ കാനറയുടെ ഭാഗമായിരുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. ഈ ഒരു ചോദ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. കേരള സംസ്ഥാന രൂപീകരണം
നടക്കുന്ന സമയത്ത് കാസർഗോഡ് ഏതു താലൂക്കിന്റെ ഭാഗമായിരുന്നു? ഹോസ്ദൂർ താലൂക്കിന്റെ ഭാഗമായിരുന്നു കാസർഗോഡ്. ഹോസ്ദൂർ താലൂക്കിന്റെ ഭാഗമായിരുന്നു. അഞ്ചാമത്തെ ഫീച്ചർ എന്താണ്? ദക്ഷിണ കാനറയുടെ ഭാഗമായിരുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. അടുത്തത് കാസർഗോഡ് ജില്ലയിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളും കൂടെ നമുക്ക് ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താം. 1941 കയ്യൂർ സമരം. 1946 ചീമേനി സമരം. ഇൻഡോ സൾഫാൻ ദുരന്തം. 41 കയ്യൂർ സമരം, 46 ചീമേനി തോൽവർഗ് സമരം, ലാസ്റ്റ് വൺ ഇൻഡോ സൾഫാൻ ദുരന്തം എന്നിവ നടന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. അപ്പോൾ ഞാൻ 6 ഫീച്ചേഴ്സിൽ 6 പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വടക്കേരളത്തിലുള്ള ജില്ല, ലോകസഭാ മണ്ഡലം, ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല, 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിൽ 2ാം സ്ഥാനം, വലിപ്പക്കുറവിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല. അടുത്ത എന്ത് പറഞ്ഞു? ദക്ഷിണ കാനാറയുടെ ഭാഗമായിരുന്നു കയ്യൂർ സമരം, ചീമേനി സമരം, ഇൻഡോ സൾഫാൻ ദുരന്തം എന്നിവ നടന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഇനി എന്തൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്നുള്ള ഹെഡിങ്ങിന് ചോദ്യം കൊടുക്കേണ്ടിയിരുന്നു? നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ, പേരുകൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. നദികളുടെ നാട് എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല, ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ല എന്നിവ കാസർഗോഡാണ്. അടുത്തത് അടയ്ക്ക, വറ്റൽമുളക് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. അടയ്ക്ക, വറ്റൽമുളക് എന്നിവയുടെ ഉത്പാദനം കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല, ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല, അടയ്ക്ക, വറ്റൽമുളക് എന്നിവയുടെ ഉത്പാദനം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എന്നിവ കാസർഗോഡാണ്. അതോടൊപ്പം പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ്. പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ്. പുകയില കൃഷി. ബ്യാരി, തുളു ഭാഷകൾ സംസാരിക്കുന്ന ഏക ജില്ലയും കാസർഗോഡാണ്. ബ്യാരി, തുളു ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ ഹെഡിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തിയത് നദികൾ ഒഴുകുന്നത്, ഭാഷകൾ സംസാരിക്കുന്നത്, പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നത്, അടയ്ക്ക, വറ്റൽമുളക് എന്നിവയുടെ ഉത്പാദനം, പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല, ബ്യാരി, തുളു ഭാഷകൾ സംസാരിക്കുന്ന ഏക ജില്ല എന്നിവ കാസർഗോഡാണ്. ഇത്രയും ഫോളോ ചെയ്തില്ലേ? ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. അടുത്തത് ആദ്യ ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ചിലത് നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കാസർഗോഡ് എന്നുണ്ട്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യ ആദ്യ ജൈവ ജില്ല. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർഗോഡാണ്. ജൈവ ജില്ല. കേരളത്തിൽ ആദ്യമായി ഗ്രീസ് അധിഷ്ഠിത സോളാർ പ്ലാന്റ് സ്ഥാപിതമായതും കാസർഗോഡാണ്. അപ്പൊ ജൈവ ജില്ല കാസർഗോഡാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ജൈവ ജില്ല കാസർഗോഡ്. ജൈവ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ സംസ്ഥാനം ഏതാണ്? സിക്കിമാണ്. ജൈവ ജില്ലയാണ് കാസർഗോഡ്. ഗ്രീസ് അധിഷ്ഠിത സോളാർ പ്ലാന്റ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാപിതമായത് കാസർഗോഡാണ്. കേരളത്തിൽ ആദ്യമായി ഗ്രീസ് അധിഷ്ഠിത സോളാർ പ്ലാന്റ് സ്ഥാപിതമായത് കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യ EPSC ഓഫീസും കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ EPSC ഓഫീസ് കാസർഗോഡാണ്. ഇന്ത്യയിൽ ആദ്യമായി, ഇതൊക്കെ ഞാൻ കേരളത്തിൽ ആദ്യത്തെ എന്ന് പറഞ്ഞത്. അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടെന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി ടെലിമെഡിസിൻ പദ്ധതി ആരംഭിച്ച ജില്ലയാണ് കാസർഗോഡ്. മന്ദരോഗികൾക്കായിട്ട് ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് ആദ്യമായിട്ട് മന്ദരോഗികൾക്ക് വേണ്ടി ഒരു ടെലിമെഡിസിൻ പദ്ധതി ആരംഭിച്ചത് കാസർഗോഡാണ്. ഇന്ത്യയിൽ ആദ്യമായി ടെലിമെഡിസിൻ പദ്ധതി ആരംഭിച്ച ജില്ല ഏതാണ്? കാസർഗോഡാണ്. അപ്പൊ ആദ്യ ജില്ല എന്നതിന് ചോട്ട് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്?
ജൈവ ജില്ല, ഗ്രീസ് അധിഷ്ഠിത സോളാർ പ്ലാന്റ്, കേരളത്തിലെ ആദ്യത്തെ EPSC ഓഫീസ്, ടെലിമെഡിസിൻ പദ്ധതി ആദ്യമായിട്ട് ആരംഭിച്ച ജില്ല എന്നിവ കാസർഗോഡാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഏത് വർഷമാണ് കാസർഗോഡ് ജില്ല ഫോം ചെയ്തത്? 1984 മെയ് 24. എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ഹെർക്യുല, ദൈവങ്ങളുടെ നാട്, നദികളുടെ നാട്, കോട്ടകളുടെ നാട്, സപ്തഭാഷ സംഗമഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നു. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? വടക്കേറ്റത്തുള്ള ജില്ലയാണ്, ലോകസഭാ മണ്ഡലമാണ്, ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല കാസർഗോഡാണ്. പിന്നെ എന്ത് പറഞ്ഞു? 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിൽ 2ാം സ്ഥാനം, പെരുപ്പക്കുറവയിൽ 2ാം സ്ഥാനം, ദക്ഷിണ കാനറയുടെ ഭാഗമായിരുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. അടുത്ത എന്തായിരുന്നു പോയിന്റ്? ചീമേനി സമരം, കയ്യൂർ സമരം, എൻഡോസൾഫാൻ ദുരന്തം എന്നിവ നടന്ന ജില്ല കാസർഗോഡാണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യമായിട്ട് അതിനു മുൻപ് ഏറ്റവും കൂടുതൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ്? പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നത്, നദികൾ ഒഴുകുന്നത്, അടയ്ക്ക, വറ്റൽമുളക് എന്നിവയുടെ ഉത്പാദനം ഏറ്റവും കൂടുതലുള്ളത്, പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല, ബ്യാരി, തുളു ഭാഷകൾ സംസാരിക്കുന്ന ഏക ജില്ലയാണ് കാസർഗോഡ് ജില്ല. നെക്സ്റ്റ് എന്ത് പറഞ്ഞു? ആദ്യമായിട്ട് എന്തൊക്കെയാണ്? കേരളത്തിലെ ആദ്യ ജൈവ ജില്ലയാണ് കാസർഗോഡ്. ഗ്രീസ് അധിഷ്ഠിത സോളാർ പ്ലാന്റ് സ്ഥാപിതമായ ജില്ലയാണ്. EPSC ഓഫീസ് കേരളത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് കാസർഗോഡാണ്. ടെലിമെഡിസിൻ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് കാസർഗോഡാണ്. ജൈവ സംസ്ഥാനം ഏതാണ്? ജൈവ സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിലെ ജൈവ സംസ്ഥാനം സിക്കിം. ജൈവ ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ ഉടുമ്പന്നൂർ, ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം. അപ്പൊ അത് കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക, പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നമുക്ക് ബാക്കിയുള്ള പോയിന്റ് നോക്കാം. ഓക്കെ.